അവിടെ എത്തുന്ന അതിഥിയായ യേശു ക്രിസ്തു. ഭൗതികമായ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മാർത്ത, ദൈവവചനത്തിന്റെ മാധുര്യം നുകർന്നിരിക്കുന്ന മറിയ, ഈ രണ്ട് സഹോദരിമാരുടെയും യേശുവിൻ്റെയും ലളിതമായ ഈ കൂടിക്കാഴ്ചയിലൂടെ കടന്നു പോകുന്ന ചിന്തകളും സംഘർഷങ്ങളും നമ്മെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ തിരക്കിൻ്റെയും ആത്മീയതയുടെയും സന്തുലിതാവസ്ഥയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. ബൈബിളിലെ ഈ മനോഹരമായ കഥയെ നാടകരൂപത്തിൽ നിങ്ങളിൽ എത്തിക്കുകയാണ് സെയിന്റ് എലിസബത്ത് ഗ്രൂപ്പിലെ അമ്മമാർ. വേദിയിൽ ലില്ലി ഫെർണാണ്ടസ്, ലളിത ആൽഫ്രഡ്, ഡെയ്സി ഹ്യൂബർട്ട്, മോളി ആന്റണി, സവേരിയ KS, അന്നക്കുട്ടി, മിനി, ഇസബെല്ല, ജസീന്ത ടീച്ചർ, ത്രേസ്യ ഡൊമിനിക്, ത്രേസ്യ സ്റ്റീഫൻ, ലില്ലി ലൂക്കസ്, ലില്ലി സ്റ്റീഫൻ, മേരി വാഴപ്പറമ്പ്. അല്പസമയത്തേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ബഥാനിയയിലെ മാർത്താ മറിയം സഹോദരങ്ങളുടെ ഭവനത്തിലേക്കാണ്. നമ്മൾ തന്നെ ആധുനിക ജീവിതത്തോട് ചേർത്ത് വെച്ച് വർത്തമാനകാലത്തിൻ്റെ ഏടുകളിലൂടെ കടന്നു പോകുന്ന മാർത്താ മറിയം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു. വരൂ, നമുക്കും ആ ഭവനത്തിലേക്ക് പോകാം. Fernandez, Linda Alfred, Daisy Huber, Molly Anthony, Saveria KS, Isabella Vincent, Minnie Michael, Lily Stephen, Annapati Franza, Mary Valle, Regina, Lily Fernandez, recording J.J. Missy Ilatra, mixing Johnson Jakarta. സംവിധാന സിസ്റ്റർ മേരി തോമസ്. അല്പസമയത്തേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ബഥാനിയയിലെ മാർത്താ മറിയം സഹോദരങ്ങളുടെ ഭവനത്തിലേക്കാണ്. എന്റെ കർത്താവേ, പണിയൊന്നും തീർന്നിട്ടില്ല. എനിക്കും കൂടെ യേശുവിനെ കാണാൻ പോകാമായിരുന്നു. നമുക്ക് ഒരുമിച്ച് പോകാം. തീ കത്തിക്കാൻ, തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവിനു തീ കത്തിക്കാൻ, തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവിനു തീ കത്തിക്കാൻ. നീ ഇവിടെ പാട്ടും പാടി തീ കത്തിച്ചിരുന്നാൽ പണി തീരുമോ? ഇന്നല്ലേ നമ്മൾ യേശുവിനെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ഒരു അടിപൊളി ഡിന്നർ കൊടുക്കണം. മാർത്ത, എന്തൊക്കെയാണ് ഇന്ന് സ്പെഷ്യലായി ഉണ്ടാക്കുന്നത്? ഒരു വെൽക്കം ഡ്രിങ്ക്സും സ്റ്റാർട്ടർ മസ്റ്റ് ആയിട്ട് വേണം. പിന്നെ കുറെ പാൽക്കപ്പയും നെയ്ച്ചോറും പോത്തിറച്ചിയും ചെമ്മീൻ കറിയും. സമയമുണ്ടെങ്കിൽ അൽഫാം റെഡിയാക്കണം. എന്താ, ഇഷ്ടമായോ എന്റെ മെനു? മാർത്ത, ഞാനൊന്ന് പറയാം. നമ്മുടെ പള്ളിയിലെ പിതൃവേദിയില്ലേ, അവരുടെ ഭക്ഷണം അടിപൊളിയാണ്. ഞാൻ കഴിച്ചതാ. അവരുണ്ടാക്കിയ ബിരിയാണി മറക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. നമുക്ക് ഓർഡർ കൊടുക്കാം. നീ എന്തിനാ കഷ്ടപ്പെടുന്നേ? എന്റെ പൊന്നു മാർത്തെ, നമ്മൾ യേശുവിനെയല്ലേ ഡിന്നറിന് ക്ഷണിച്ചിരിക്കുന്നത്. എന്തിനാണ് ഇത്രയൊക്കെ? നിനക്കറിയില്ലേ, നമ്മുടെ യേശുവിന് അപ്പവും വീഞ്ഞുമാണ് ഏറെ ഇഷ്ടം. എന്നാൽ കുറച്ച് അത്തിപ്പഴം കൂടെ ഉണ്ടെങ്കിൽ ഏറെ സന്തോഷം. അച്ചായൻ എങ്ങോട്ടാ പോകുന്നത്? നീ മറന്നുപോയോ യേശുവിന്റെ പ്രസംഗം? സാരമില്ല, യേശുവിന് വേണ്ടിയല്ലേ, സഹിച്ചോളാം. നിൽക്ക് നിൽക്ക്, ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരണം. എന്താ, ഒരു സൂപ്പർ മാർക്കറ്റ് മുഴുവൻ ഉണ്ടല്ലോ മാർത്ത. ഇവിടെ എന്താ ഉത്സവമുണ്ടോ? മാർത്തെ, നിനക്ക് പറ്റുമെങ്കിൽ നീ കൂടെ വാ. എന്റെ പെണ്ണ്, നീ എന്നെ ഒന്നും പറയിക്കുന്ന നടക്കുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്തേക്കണേ. അതിലൂടെയെങ്കിലും എനിക്ക് കാണാമല്ലോ. എല്ലാവരും പോയി. ഞാൻ തനിച്ചായി.
ഇനി എനിക്ക് ഓടുകയോ ചാടുകയോ പാടുകയോ ആടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ആരും കാണാനില്ല. അല്ല പിന്നെ വെക്കുക, തിന്നുക, പ്രാർത്ഥിക്കുക, വെക്കുക, തിന്നുക, പ്രാർത്ഥിക്കുക. അല്ലാതെ പിന്നെ ഇവിടെ അന്യനൊന്ന് നോക്കാനോ കാണാനോ ചിരിക്കാനോ പറയാനോ ഒന്നിനും ആർക്കും നേരമില്ല. അത്ര തിരക്കായി ഈ വീട്ടിലുള്ളവർക്ക്. കാണാൻ നല്ല കിനാവുകൾ കൊണ്ടൊരു കണ്ണാടി മാളിക തീർക്കും ഞാൻ. മുറ്റം നിറയെ മുന്തിരി വള്ളി പടർത്തി ഞാൻ. കാണാൻ നല്ല കിനാവുകൾ കൊണ്ടൊരു കണ്ണാടി മാളിക തീ